ഫസ്റ്റ് തന്നെ സോറി, എനിക്കറിയാം നിങ്ങൾ പ്രതീക്ഷിച്ചത് ഉമ്മിയുടെ കുക്കിങ്ങും ഫുഡും ഒക്കെയാണ്. പക്ഷെ ഇന്ന് ഫോർ എ ചേഞ്ച് എൻ്റെ കുക്കിംഗ് ആണ്. ഓക്കെ, സമ്മതിച്ചു, ഉമ്മിയുടെ പോലെ ഞാൻ പ്രോ ഒന്നുമല്ല കുക്കിങ്ങിൽ. പക്ഷേ ഉമ്മി പറയാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഉമ്മിയുടെ കുക്കിംഗ് സീക്രറ്റ്സ്. ആദ്യം നമ്മൾ ഓയിലും ഗീയും കൂടിയാണ് ഒഴിച്ചത്. അത് കഴിഞ്ഞ് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സോട്ട് ചെയ്തു. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ റെഡിമെയ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കമൻറ്റിലുണ്ടാവേ. അതിലൊരു പിടി മല്ലിയില ആഡ് ചെയ്തു. നിങ്ങൾക്ക് പുതിനയില ചേർത്ത് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കേർഡാണ് ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോയുടെ കാര്യവും ടൊമാറ്റോ പേസ്റ്റോ ടൊമാറ്റോ പ്യൂറിയോ അല്ലെങ്കിൽ നല്ല ഫ്രഷ് ടൊമാറ്റോ കട്ട് ചെയ്തോ ഒക്കെ ഇടാം കേട്ടോ. പിന്നെ ദിണ്ടുകൾ ബിരിയാണി മസാല കിട്ടും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി പൗഡർ, ഗരം മസാല, ടർമറിക് പൗഡർ, അങ്ങനെ പൗഡേഴ്സ് എല്ലാം ചേർക്കാം. ഒരു 1/2 കിലോ അടുപ്പിച്ചാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡിസ്ക്ലൈമർ, തമിഴ് ബിരിയാണീസ് ഇഷ്ടമില്ലാത്തവർ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആൻഡ് ഇതാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഷോ, ജീരകശാല റൈസ്. മറ്റ് ബിരിയാണി റൈസ് പോലെ ഇത് ഒരുപാട് കുതിർത്ത് വെക്കണ്ട. റെഡി ആവുമ്പോൾ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ. അപ്പോൾ സീക്രട്ട് പറയട്ടെ, ഉമ്മിയുടെ ഏത് ബിരിയാണിയിലും യൂസ് ചെയ്യുന്ന ഗീ മുരളിയുടെ മാത്രം ഗീ ആട്ടോ. ഈ ബിരിയാണി കഴിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞെന്താണെന്നറിയോ, നല്ല ഫീൽ ഗുഡ് ബിരിയാണിന്ന്. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമ്മുടെ ദിണ്ടുകൾ ജീരക സാമ്പാർ റൈസ് റെഡി.